ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഒരു യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ആ യുവതി സഹായം അഭ്യർത്ഥിച്ച് ഒരു കാറിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും കാർ ഓടിച്ചിരുന്ന ബാങ്ക് ജോലിക്കാരിയായ വോൺ എന്ന യുവതി അവളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ കാറിൻ്റെ ഗ്ലാസുകൾ അടയ്ക്കുകയാണ് ചെയ്തത്. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നിരുന്ന മനസാക്ഷിയില്ലാത്ത യുവതിയായിരുന്നു വോൺ. പിന്നീട് വോൺ ജോലി ചെയ്തിരുന്ന ബാങ്കിലേക്ക് പൈസയുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരു വൃദ്ധ എത്തുകയാണ്. പക്ഷേ വോൺ നിരാലംബയായ ആ വൃദ്ധയെ സഹായിക്കാൻ തുനിഞ്ഞില്ല. അവൾ ആ വൃദ്ധയെ തൊട്ടപ്പുറത്തെ ക്യാബിനിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. തലേ ദിവസം രാത്രിയിൽ നടന്നിരുന്ന കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനായി പോലീസ് വോണിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അത് തന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലാതിരുന്നതിനാൽ വോൺ താനൊന്നും കണ്ടിട്ടില്ലെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു. വോൺ അവിടെ നിന്നും തിരികെ വരുന്ന സമയത്ത് ആ ഗുണ്ടകളെത്തി വോണിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. വോൺ തിരികെ ബാങ്കിലേക്ക് ചെന്നു. പക്ഷേ അവൾ കണ്ട കാഴ്ച താൻ മടക്കി അയക്കാൻ ശ്രമിച്ചിരുന്ന ആ വൃദ്ധയുടെ ആവശ്യങ്ങളെല്ലാം തൻ്റെ സഹപ്രവർത്തക തീർപ്പാക്കി കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു കാഴ്ച കണ്ട വോണിന് തൻ്റെ സഹപ്രവർത്തകയോട് അസൂയയായി. അവൾ ആ സഹപ്രവർത്തകയോട് ദേഷ്യപ്പെട്ടു. നിനക്ക് ബാങ്കിലെ മേലുദ്യോഗസ്ഥരോട് അവഹിത ബന്ധങ്ങളുണ്ടാകും, അതുകൊണ്ടാണ് നിനക്കതെല്ലാം പെട്ടെന്ന് തീർപ്പാക്കാൻ സാധിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വോൺ ആ യുവതിയെ ചീത്ത വിളിച്ചു. ദേഷ്യത്തോടെ വോൺ വാഷ്റൂമിലേക്ക് പോയി. എന്നാൽ ഈ ഒരു സമയത്ത് ആരോ വാഷ്റൂം പുറത്തു നിന്നും പൂട്ടിയിട്ടു. കോപാകുലയായ വോൺ ഒരു വിധത്തിൽ അത് തുറന്ന് പുറത്തു കടന്നു. തിരികെ വരുന്ന സമയത്ത് അവൾ ആ ഒരു സഹപ്രവർത്തകയെ വീണ്ടും കാണുകയാണ്. അതെല്ലാം ചെയ്തത് അവളാണെന്ന് കരുതി ദേഷ്യത്തിൽ വോൺ തൻ്റെ സഹപ്രവർത്തകയെ അടിച്ചു. എന്നാൽ ഈ ഒരു സമയത്താണ് അറിയാതെ ക്ലീനിങ് സ്റ്റാഫാണ് അത് ചെയ്തതെന്ന് വോൺ തിരിച്ചറിയുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ വോണിനെ ചീത്ത കേൾക്കുകയും അവൾ സസ്പെൻഷനിലാവുകയും ചെയ്തു. വീട്ടിലെത്തിയ വോൺ തനിക്ക് നിരവധി കത്തുകൾ അയച്ചിരുന്ന കളിക്കൂട്ടുകാരിയായ മൂഡോയെ കുറിച്ചോർത്തു. സസ്പെൻഷൻ തീരുന്നതുവരെ മൂഡോ താമസിച്ചിരുന്ന ദ്വീപിൽ ചെന്ന് നിൽക്കാമെന്ന് വോൺ തീരുമാനിച്ചു. തൻ്റെ ദ്വീപിലേക്കെത്തിയ വോണിനെ മൂഡോ ഹാർദവമായ സ്വീകരണം നൽകി. നിഷ്കളങ്കയായ യുവതിയായിരുന്നു മൂഡോ. അവൾ സ്നേഹപൂർവ്വം വോണിനെ തൻ്റെ ദ്വീപിലേക്ക് ആനയിച്ചു. മോൾക്ക് ടൂറ് വരാൻ ഈ ദ്വീപല്ലാതെ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവിടുത്തെ പാരവെപ്പ് അമ്മായികൾ വോണിനെ പരിഹസിച്ചു. വളരെ കുറച്ചു പേർ മാത്രമാണ് ആ ഒരു ദ്വീപിൽ താമസമുണ്ടായിരുന്നത്. മൂഡോ വോണിന് താമസിക്കാനുള്ള വീട് കാണിച്ചു കൊടുത്തു. മൂഡോയ്ക്ക് ഒരു മകളുണ്ട്. മൂഡോയുടെ വീട്ടിൽ അവളുടെ ഭർത്താവും ഞരമ്പ് രോഗിയായ ഭർത്താവിൻ്റെ അനിയനും അമ്മായിമ്മയുമാണ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ മൂഡോയുടെ ഭർത്താവ് അതിക്രൂരമായി അവളെ ബലാത്കാരം ചെയ്യുന്നത് പതിവായിരുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി മൂഡോ എല്ലാം സഹിക്കുകയാണ്. ഭർത്താവിൻ്റെ അനിയനും അവളെ ബലാത്കാരം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. കഠിനമായ ജോലികൾ ആ വീട്ടിൽ മൂഡോയ്ക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. അതോടൊപ്പമുള്ള അമ്മായിയമ്മയുടെ കുത്തുവാക്കുകളും അവളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഈ സംഭവങ്ങളൊന്നും മൂഡോ വോണിനെ അറിയിച്ചിരുന്നില്ല. വോണിൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകിയിട്ടിരുന്നതും മൂഡോ തന്നെയായിരുന്നു. പകൽ സമയങ്ങളിൽ വോൺ മൂഡോയുടെ മകളുടെ കൂടെയാണ് ഏറെയും സമയം ചെലവഴിച്ചിരുന്നത്. അന്ന് വോൺ ആ കുട്ടിയുടെ കൂടെ മൂഡോയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ മൂഡോ തുടക്കത്തിൽ ഇരുവരെയും തിരിച്ചയച്ചു. കാരണം മൂഡോയുടെ വീട്ടിൽ കാമഭ്രാന്തനായ അവളുടെ ഭർത്താവ് ഒരു വേശ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ മർദ്ദിക്കുമെന്നുള്ള ഭീതി മൂലം അയാളെ എതിർത്ത് സംസാരിക്കാൻ മൂഡോയ്ക്ക് പേടിയായിരുന്നു. കാര്യം കഴിഞ്ഞ് പുറത്തേക്കെത്തിയ വേശ്യ എന്നോട് ക്ഷമിക്കണമെന്നും എൻ്റെ ബോസിനെ നിങ്ങളുടെ ഭർത്താവ് ഒരുപാട് പണം നൽകിയെന്നും അതിനാൽ ബോസാണ് നിർബന്ധിച്ചെന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്നും മൂഡോയോട് പറഞ്ഞു. കുട്ടിക്ക് വേണ്ടിയാണ് താനെല്ലാം സഹിക്കുന്നതെന്ന് മൂഡോ ആ ഒരു സ്ത്രീക്ക് മറുപടി നൽകി. കുട്ടിയെ വളർത്താൻ തന്തയുടെ ആവശ്യമൊന്നുമില്ലെന്നും എനിക്ക് അച്ഛനില്ലെന്നും ആ വേശ്യ മൂഡോയോട് പറഞ്ഞു. പിന്നീട് താൻ ശേഖരിക്കാൻ പോയ സമയത്ത് മൂഡോയുടെ ഭർത്താവ് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയുകയും അങ്ങനെ മൂഡോയ്ക്ക് തേനീച്ചയോടെ കുത്തേൽക്കുകയും ചെയ്തു. കുത്തേറ്റ് വീട്ടിലേക്ക് എത്തിയിരുന്നവളെ വീണ്ടും ജോലിക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് നിഷ്കരണം അയാൾ അടിച്ചു വീഴ്ത്തി. തൻ്റെ വേദനകളൊന്നും മൂഡോ വോണിനെ അറിയിച്ചിരുന്നില്ല. ആ നാടുകളിലാണ് തൻ്റെ ഭർത്താവ് തൻ്റെ മോളോടും മോശമായി പെരുമാറുന്ന കാഴ്ച മൂഡോ ഭീതിയോടെ വീക്ഷിക്കുന്നത്. അങ്ങനെ ഭർത്താവ് ചവിട്ടിയിരുന്ന മുറിവേറ്റ മുഖവുമായി മൂഡോ വോണിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് വോൺ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി
തൻ്റെ വസ്ത്രങ്ങളെല്ലാം അടുക്കി വയ്ക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് വോൺ മൂഡോ അനുഭവിച്ചിരുന്ന പീഡനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാനും മകളും നിന്റെ കൂടെ ടൗണിലേക്ക് പോന്നോട്ടോ എന്ന് താഴ്മയായി മൂഡോ വോണിനോട് ചോദിച്ചു. പക്ഷേ വോണിനെ അതത്രയ്ക്ക് അങ്ങ് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലെൻ്റെ മകളെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് മൂഡോ വോണിനോട് അഭ്യർത്ഥിച്ചു. വോൺ അത് സമ്മതിച്ചു. ഇരുവരുടെയും സംഭാഷണങ്ങൾ മൂഡോയുടെ അമ്മായിമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മൂഡോ തൻ്റെ മകളെ രഹസ്യമായി വസ്ത്രം മാറ്റി വോണിൻ്റെ കൂടെ പറഞ്ഞയക്കാനൊരുങ്ങുകയാണ്. വോൺ ബോട്ടുമായി അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും ആ ബോട്ടിലെ ഡ്രൈവർ മൂഡോയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിരുന്നു. അതിനാൽ തന്നെ ആ ഒരു മനുഷ്യൻ ബോട്ട് മുന്നോട്ടെടുക്കാതെ മൂവരെയും അവിടെ വെച്ച് വട്ടം കറക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൂഡോയുടെ ഭർത്താവ് അങ്ങോട്ടേക്കെത്തി മൂഡോയെ അതിക്രൂരമായി വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. പരദൂഷണമായികൾ ആവേശത്തോടെ ഈ ദാരുണമായ കാഴ്ചകൾ കണ്ടുനിന്നു. അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് മൂഡോയുടെ മകൾ അവളെ രക്ഷിക്കാനായി ശ്രമിച്ചു. കുട്ടി മൂഡോയുടെ ഭർത്താവിൻ്റെ കാലിൽ കടിച്ചതോടെ അയാൾ അവളെ കാലുകൊണ്ട് തുഴിച്ചു. പാറക്കല്ലിലേക്ക് തെറിച്ച് വീണ കുട്ടി പരിക്കേറ്റ് തൽക്ഷണം മരിച്ചു. വേദനയോടെ മൂഡോ കുട്ടിയുടെ മൃതശരീരത്തിൻ്റെ പക്കലേക്ക് ചെന്ന് അലറിക്കരഞ്ഞു. തന്നെ നിരവധി പേർ ബലാത്കാരം ചെയ്തിട്ടുണ്ടെന്നും ഈ കുട്ടി അങ്ങനെ ഉണ്ടായതാണെന്നും ഇവൾ തൻ്റെ ഭർത്താവിൻ്റെ മകളല്ലെന്നും ഈ സമയത്ത് അലറിക്കരഞ്ഞുകൊണ്ട് മൂഡോ വെളിപ്പെടുത്തി. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാനായി പോലീസ് അങ്ങോട്ടേക്കെത്തി. എന്നാൽ നാട്ടുകാരെല്ലാം ചേർന്ന് ആ പോലീസുകാരനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബോധം കെട്ട് കിടക്കുകയായിരുന്നതിനാൽ താനും ഒന്നും കണ്ടില്ലെന്ന് അങ്ങോട്ടേക്കെത്തിയ വോണ് പ്രതികരിച്ചു. അങ്ങനെ ആ പോലീസുകാരൻ ദ്വീപിൽ നിന്നും തിരിച്ചു പോവുകയാണ്. അയാൾക്കൊപ്പം വോണും ദ്വീപിൽ നിന്നും കടക്കാനായി ശ്രമിച്ചെങ്കിലും നേരം വൈകിയതിനാൽ സാധിച്ചിരുന്നില്ല. അന്ന് മൂഡോയ്ക്ക് പകരം മൂഡോയുടെ ഭർത്താവിൻ്റെ അനിയനാണ് വോണിന് ഭക്ഷണം നൽകിയിരുന്നത്. അത് കഴിച്ചതോടെ വോൺ ബോധരഹിതയായി. ഈ ഒരു തക്കത്തിന് ആ ഒരു യുവാവ് വോണിനെ ബലാത്കാരം ചെയ്യാനായി ശ്രമിക്കുകയാണ്. തക്ക സമയത്ത് മൂഡോ അങ്ങോട്ടേക്കെത്തി വോണിനെ രക്ഷിച്ചു. ഈ നേരത്ത് മൂഡോ കുട്ടിക്കാലത്തെ ഒരു സംഭവം ഓർത്തെടുക്കുകയാണ്. അന്നിരുവരും ഒരുമിച്ച് നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ചേർന്ന് വോണിനെ ബലാത്കാരം ചെയ്യാനായി അവളുടെ ശരീരത്തിൽ കയറിപ്പിടിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് മൂഡോ അവരെ തടയാനായി ശ്രമിച്ചതോടെ ആൺകുട്ടികൾ മൂഡോയ്ക്ക് നേരെ തിരിഞ്ഞു. ശേഷം അവർ ഏവരും ചേർന്ന് മൂഡോയെ ബലാത്കാരം ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്ത് വോൺ അവിടെ നിന്നും ഓടി മാറി ഒളിച്ചിരിക്കുകയായിരുന്നു. കുട്ടിക്കാലത്തും വോണിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അവൾ സ്വന്തം കാര്യത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ആ നാടുകളിലും അമ്മായിയമ്മയും ഭർത്താവും മൂഡോയോട് വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് എന്തോ ആവശ്യത്തിന് മൂഡോയുടെ ഭർത്താവും അനിയനും ബോട്ടിൽ പട്ടണത്തിലേക്ക് പോകുന്നത്. അമ്മായിയമ്മ മൂഡോ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ച് തൻ്റെ കൂട്ടുകാരികളോടൊപ്പം പരദൂഷണം പറഞ്ഞിരിക്കുകയാണ്. അവരുടെ സംസാരം കേട്ട് തൻ്റെ കുട്ടി മരിച്ച വിഷമത്തിൽ നടന്നിരുന്ന മൂഡോ അരിവാലെടുത്ത് അതിലൊരാളെ വെട്ടിക്കൊലപ്പെടുത്തി. ഭീതിയോടെ ഓടിമാറിയ മറ്റൊരു സ്ത്രീയെ കൂടി അവൾ തൽക്ഷണം കൊന്നുകളഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധനെ മാത്രം അവൾ ഉപദ്രവിച്ചിരുന്നില്ല. പുൽമേടയിലേക്ക് ഓടിമാറിയിരുന്ന മറ്റൊരു സ്ത്രീയെ കൂടി ശേഷം അവൾ നിഷ്കരണം കൊന്നുകളഞ്ഞു. ഇതെല്ലാം കണ്ട് ഭീതിയോടെ അവളുടെ അമ്മായിമ്മ ആ രാത്രിയിൽ വീട്ടിൽ കയറാതെ വയലിൽ ഒളിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ വോണിനെ കണ്ട അമ്മായിമ്മ മൂഡോയ്ക്ക് ഭ്രാന്താണെന്നും എത്രയും വേഗം രക്ഷപ്പെട്ടോളൂവെന്നും അവളോട് പറഞ്ഞു. ഈ സമയത്ത് മൂഡോ അങ്ങോട്ടേക്കെത്തുകയും വോണിനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് അരിവാളുമായി അമ്മായിയമ്മയ്ക്ക് പുറകെ ഓടുകയാണ്. ഓടി അമ്മായിമ്മ കടലിനു സമീപത്തായി ഉണ്ടായിരുന്ന ഒരു മലയുടെ മുകളിലേക്ക് എത്തിച്ചേർന്നു. ദൂരേക്ക് നോക്കിയിരുന്ന ആ സ്ത്രീ തൻ്റെ മക്കൾ ബോട്ടിൽ തിരിച്ചു വരുന്ന കാഴ്ച കാണാനിടയായി. ആ കാഴ്ച കണ്ടതോടെ അമ്മായിയമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ ഈ ഒരു സമയത്ത് ആ സ്ത്രീ കാലുവഴുതി പാറക്കെട്ടിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെടുകയാണ്. ഈ ഒരു സമയത്താണ് അടിയേറ്റ് വീണിരുന്ന വോണിന് ബോധം വരുന്നത്. അവൾ താഴേക്ക് വീണ് മരണപ്പെട്ടിരുന്ന ആ ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടിരുന്നു. ഈ ഒരു സമയത്ത് മൂഡോയുടെ ഭർത്താവും അനിയനും ബോട്ട് ഡ്രൈവറും ദ്വീപിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഭർത്താവിൻ്റെ അനിയൻ മൂഡോയോട് പതിവ് പോലെ തന്നെ മവറിയോടെ പെരുമാറി. ഉടനെ മൂഡോ കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് അയാളുടെ ശിരസ് ഛേദിച്ചു മാറ്റി. ഈ ഒരു കാഴ്ച ഭീതിയോടെ വോണും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ബോട്ട് ഡ്രൈവർ മൂഡോ മരച്ചില്ലയിൽ വെച്ചിരുന്ന അവളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ തല
കാണുന്നത്. ഭയന്നുറച്ചിരുന്നിരുന്ന ഇരുവർക്കുമിടയിലേക്ക് മൂഡോ ചാടി വീഴുകയും ബോട്ട് ഡ്രൈവറുടെ കയ്യിൽ വെട്ടേൽക്കുകയും ചെയ്തു. ശേഷം അവൾ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചെങ്കിലും അയാൾ അവളെ കീഴ്പ്പെടുത്തി. ഇതേസമയം ബോട്ടിൻ്റെ ഡ്രൈവർ ബോട്ടിലേക്ക് ഓടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. മർദ്ദിച്ചവശയാക്കി മൂഡോയുടെ ഭർത്താവ് അവളെ കെട്ടിയിട്ട് കൊലപ്പെടുത്താനൊരുങ്ങുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് വോൺ അങ്ങോട്ടേക്കെത്തി. തനിക്കാര്യം പോലീസിൽ അറിയിക്കുമെന്ന് വോൺ പറഞ്ഞതോടെ മൂഡോയുടെ ഭർത്താവ് അവളെയും പിടികൂടുകയാണ്. എനിക്ക് ഇവളെ കൂടി കല്യാണം കഴിക്കണമെന്ന് അയാൾ മൂഡോയോട് പറഞ്ഞു. ശേഷം അയാൾ മൂഡോയെ കൊല്ലാനൊരുങ്ങി. അയാളുടെ ബലഹീനത അറിയാവുന്ന മൂഡോ ആ കത്തിയിൽ നക്കിക്കൊണ്ട് അയാളെ വശീകരിക്കുകയാണ്. മൂഡോ അയാളുടെ വിരൽ കടിച്ചെടുക്കുകയാണ്. കോപാകുലനായ ആ മനുഷ്യൻ മൂഡോയെ കൊലപ്പെടുത്താനായി കോടാലിയെടുക്കാൻ ഓടി. ഈ ഒരു സമയത്ത് മൂഡോ താഴെ വീണ് കിടന്നിരുന്ന അയാളുടെ കത്തി തൻ്റെ വായു ഉപയോഗിച്ചെടുക്കുകയും അതുകൊണ്ട് അയാളുടെ വയറ്റത്ത് കുത്തുകയുമാണ്. ശേഷം അവൾ തൻ്റെ കെട്ടുകളഴിച്ചു. അങ്ങനെ അവൾ വോൺ നോക്കി നിൽക്കെ അയാളെ വെട്ടിക്കീറി കൊലപ്പെടുത്തി. അയാളെ കൊണ്ടുപോകാനായി അങ്ങോട്ടേക്ക് വന്നിരുന്ന ബോട്ട് ഡ്രൈവറോടൊപ്പം വോൺ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടെ ബോട്ട് ഡ്രൈവർ ബോട്ടിൻ്റെ കെട്ടഴിച്ചു വിടാനായി മറന്നിരുന്നു. അങ്ങനെ അയാൾ അതഴിക്കാനായി കരയിലേക്ക് ഇറങ്ങിയ സമയത്ത് മൂഡോ അങ്ങോട്ടേക്കെത്തി അയാളെ പിടികൂടി. ഇരുവരും വെള്ളത്തിലേക്ക് വീണെങ്കിലും ശക്തമായ സംഘട്ടനം അരങ്ങേറുകയാണ്. ഈ നേരത്ത് വോൺ സ്വന്തം കാര്യം നോക്കി ബോട്ടുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് രക്ഷപ്പെടാനായി ബോട്ടിനരികിലേക്ക് നീന്തിയിരുന്ന ബോട്ട് ഡ്രൈവർ പ്രൊപ്പല്ലറിൽ കുടുങ്ങി മരണപ്പെട്ടിരുന്നു. പിന്നീട് രക്ഷപ്പെട്ടു പോയിരുന്ന വോണിനെ തേടി മൂഡോ മൂഡൻ വേഷത്തിൽ നഗരത്തിലേക്ക് ചെല്ലുകയാണ്. ഇതിനോടകം തന്നെ കള്ളസാക്ഷ്യം പറഞ്ഞതിൻ്റെ പേരിൽ വോണിനെ പോലീസ് പിടികൂടിയിരുന്നു. കാരണം മൂഡോയുടെ മകളെ അവളുടെ ഭർത്താവ് കൊലപ്പെടുത്തുന്ന കാഴ്ച വോൺ കണ്ടിരുന്നു. ഇക്കാര്യം മൂഡോയ്ക്കും അറിയാമായിരുന്നു. അതാണ് മൂഡോയ്ക്ക് വോണിനോട് ശത്രുത വരാനുള്ള കാരണം. പിന്നീട് സ്റ്റേഷനിലുണ്ടായിരുന്ന സകല പോലീസുകാരെയും വകവരുത്തിക്കൊണ്ട് വോണിനെ കൊലപ്പെടുത്താനായി മൂഡോ അങ്ങോട്ടേക്കെത്തി. പിന്നീട് മൂഡോ അവിടെ ഇരുന്നിരുന്ന ഒരു ഓടക്കുഴലെടുത്ത് കുട്ടിക്കാലത്ത് ചെയ്തിരുന്നത് പോലെ അത് വായിക്കാനായി വോണിനോട് പറയുകയാണ്. ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി മൃതപ്രാണനായി കിടന്നിരുന്ന ഒരു പോലീസുകാരൻ മൂഡോയ്ക്ക് നേരെ നിറയൊഴിക്കുകയാണ്. ഉടനടി മൂഡോ ആ ഒരു പോലീസുകാരനെയും നിഷ്കരണം കൊലപ്പെടുത്തി. പിന്നീട് മൂഡോ വോണിൻ്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വോൺ കയ്യിലുണ്ടായിരുന്ന ഓടക്കുഴലിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ച് മൂഡോയുടെ കഴുത്തിൽ കുത്തുകയാണ്. മൂഡോയ്ക്ക് വോണിനെ നിഷ്പ്രയാസം തന്നെ കൊല്ലാമായിരുന്നെങ്കിലും അവളത് ചെയ്തില്ല. പകരം അവൾ വോണിൻ്റെ മടിയിൽ കിടന്ന് ഓടക്കുഴൽ വായിക്കുവാനായി പറയുകയാണ്. അങ്ങനെ വോണിൻ്റെ ഓടക്കുഴൽ നാദം കേട്ട് മൂഡോ മരണത്തിനു കീഴടങ്ങി. ഇതോടുകൂടി താൻ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ വോണിനെ കുറ്റബോധം തോന്നിത്തുടങ്ങി. തനിക്ക് അവളെ രക്ഷപ്പെടുത്താമായിരുന്നിട്ടും താനത് ചെയ്യാത്തതിൽ അവൾ പശ്ചാത്തപിച്ചു. പിന്നീട് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ യുവതിയെ കൊന്നിരുന്ന ഗുണ്ടകൾക്കെതിരെ മൊഴി കൊടുത്തു. ശേഷം അവൾ താൻ ചവിട്ടുകൊട്ടയിൽ ഉപേക്ഷിച്ചിരുന്ന മൂഡോയുടെ പഴയകാല കത്തുകൾ വേദനയോടെ വായിച്ചു. അതിൽ നിന്നും അവൾക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവൾ വിഷമത്തോടെ തിരിച്ചറിഞ്ഞു. അതാലോചിച്ച് ദുഃഖത്തോടെ കിടക്കുന്ന വോണിനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.